കാർഷിക മേഖലയ്ക്കും കുടിവെള്ള പദ്ധതികൾക്കും പ്രാധാന്യം നൽകി വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെ 2013-14 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമാ കുര്യനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, യുവജനക്ഷേമം, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം എന്നീ മേഖലകളിൽ ഇടപെടൽ നടത്തുന്നതിലേക്ക് ലഭ്യമായ എല്ലാ വിഭവ സ്രോതസ്സുകളും ആർജിച്ചെടുക്കുന്നതിനും അവ ജനക്ഷേമത്തിനായി വിനിയോഗിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. വിഭവ സമാഹരണത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തികച്ചും ഗ്രാമീണ മേഖലയായ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ കുറവായതിനോടുകൂടി ലഭ്യമായ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി കൂടുതൽ മേഖലയിലേക്ക് വികസനവും ക്ഷേമവും എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് 2013-14 സാമ്പത്തിക വർഷത്തിലുള്ള ബജറ്റിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. 14,16,59,000 രൂപ വരവും 12,54,52,350 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മൃഗസംരക്ഷണം, റോഡ് നിർമ്മാണം എന്നിവയ്ക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു. കുടിവെള്ളത്തിനും സംയുക്ത കുടിവെള്ള പദ്ധതികൾക്കുമായി 1,22,00,000 രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. 12 മണിയോടെ കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിലും തുടർന്ന് നടന്ന ചർച്ചയിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സജീവ പങ്കാളികളായി. പ്രതിപക്ഷാംഗവും LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായ എസ് ഷാനവാസ് ഖാന്റെ നിർദ്ദേശത്തെ തുടർന്ന് കാർഷിക മേഖല, പാലിയേറ്റീവ് കെയർ എന്നിവ ബജറ്റിൽ കൂട്ടിച്ചേർത്തു. ഭവന നിർമ്മാണത്തിന് 50 ലക്ഷം കൂട്ടിച്ചേർത്ത് 80 ലക്ഷമാക്കി. പേവിഷ നിർമ്മാർജ്ജനത്തിനും തെരുവ് നായ നിയന്ത്രണത്തിനുമായി 1 ലക്ഷം രൂപയായിരുന്നു ബജറ്റ് വകയിരുത്തിയത്. ഇത് 2 ലക്ഷം കൂട്ടിച്ചേർത്ത് 3 ലക്ഷമാക്കി. ലൈവ് വാർത്ത, കൊട്ടാരക്കര.